രാവിലെ ഒരു പണിയില്ലടി, രാവിലെ ഫോട്ടോ എടുപ്പണോ? അതെ, പവിത്രേട്ടനെങ്ങോട്ടാ രാവിലെ? ഞാൻ പുറത്തോട്ടൊന്ന് പോയി, എനിക്ക് ഒന്നിനോട് കാര്യമുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ വീട് ഇവിടെ വെച്ചേക്കണം, തള്ളയും മോളൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. പവിത്രേട്ടൻ ഇത് എന്താന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ? വെറുതെ ആവശ്യമില്ല, അതൊന്നും പറയണ്ട കേട്ടോ. ഞാനും അമ്മച്ചിയും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി അറിയോ? ഞങ്ങള് തമ്മിൽ ഇപ്പൊ നല്ല സ്നേഹത്തില്ല. ശരി, പറഞ്ഞ പോലെ എന്തോ രണ്ടുപേർക്കും ഒരു പഴയത്തെ ഒരു ഉഷാറില്ലല്ലോ, എന്നാ പറ്റി? അത് അമ്മച്ചിയോട് പോയി ചോദിക്കണം. പവിത്രേട്ടനാവുന്നൂടെ ഞാൻ പണ്ടേ വഴക്കാളിയൊന്നും അല്ലെന്ന്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന മൊത്തം പവിത്രേട്ടൻ്റെ അമ്മച്ചിയാണല്ലോ. എന്താന്ന് അറിയത്തില്ല, ഒരാഴ്ചയായിട്ട് ഭയങ്കര സ്നേഹമാണ്. എന്തിനാണോ എന്തോ. സാധാരണ അങ്ങനെ പെട്ടെന്ന് ഒതുങ്ങുന്ന ഒരാളല്ലല്ലോ അമ്മച്ചി. തല എവിടെയും ചെന്ന് ഇടിച്ചായിരുന്നു അമ്മയുടെ? ഇല്ല. പിന്നെ അങ്ങനെ മാറിപ്പോകാൻ കാര്യം? ഈ ഒരു കാര്യം, എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തുണ്ടോ? ശല്ലേ, ചായയൊക്കെ അമ്മച്ചി എടുത്തോണ്ട് തരും. അമ്മച്ചി, പവിത്രേട്ടനൊരു ചായ. നിനക്ക് പോയി ചായ എടുത്തോ കുഴപ്പം? ഇടി അമ്മച്ചി ഒതുങ്ങിയെന്നും പറഞ്ഞോണ്ട് നീ അമ്മയുടെ തല കയറാൻ വേണ്ടി നിക്കല്ലേ? എന്റെ പവിത്രേട്ടൻ, അപ്പൊ പവിത്രേട്ടൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലയോ? അമ്മച്ചിയുടെ തലേ കയറുന്ന പോയിട്ട് ആ അടുക്കളയിൽ ഒന്ന് കയറാൻ ഞാൻ സമ്മതിക്കണ്ടേ? ഈ വീട്ടിൽ ഒരു പണി എന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ല. ആ, ഉച്ചയ്ക്ക് ഉണ്ണാറാവുമ്പോഴത്തേക്കിനും വന്ന് എന്നെ വിളിക്കും, മോളെ ഊണ് റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. മുറ്റം അടിക്കാനോ പാത്രം കഴുകാനോ തുണി കഴുകാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഇന്നലെ തന്നെ ഞാൻ ആ മുറ്റത്ത് പോയി തുണി കഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓടി വന്ന് തന്നെ വഴക്ക് പറയുന്നു, മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന, ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയാൻ വയ്യ പവിത്രേട്ടാ, അമ്മച്ചിക്ക് ഇത് എന്താ മാറ്റം ഇത്? അമ്മച്ചിയുടെ മുഖത്ത് എന്നാ പ്രസാദം അമ്മയത്? രോഗിയായോണോ? കുറച്ചു മുമ്പല്ലേ അമ്മച്ചി എനിക്ക് ചായ തന്നത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ കഴിക്കാം. പിന്നെ ചുരിദാറൊക്കെ ഞാൻ തേച്ച അലമാരിൽ വെച്ചിട്ടുണ്ട്. ഇനി വല്ലതും ഉണ്ടോ തേക്കാനായിട്ട്? എന്തിനാ അമ്മച്ചി ഇതൊക്കെ ചെയ്യുന്ന? ഞാൻ ചെയ്യത്തില്ല അതൊക്കെ. കുഴപ്പമില്ല പവിത്ര, എനിക്ക് ഇത്തിരി കാശ് വേണോടാ. പൈസക്കാണോ തുണി തേക്കുന്നേ? അതല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നും കൂടി ഒരു പൂജ ഉണ്ടെന്ന്. അതും കൂടി ഇന്നും കൂടി കഴിഞ്ഞാലേ അത് തീരുള്ളൂ. എന്റെ അമ്മ ഈ പൂജ എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എത്ര രൂപയാണ് മുടക്കുന്നത്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? കുടുംബത്തിന് നല്ലത് വരണമെങ്കിൽ അതൊക്കെ ചെയ്യണം. നീ പൈസ താ. എന്റെ അമ്മ എന്റെ കയ്യിലൊന്നും 10 പൈസയില്ല, പോടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ലൊരു കാര്യം ചെയ്തിട്ട് ഇടക്ക് വെച്ച് മുടക്കണം, ശരിയാണോ? ഒരു കാര്യം ചെയ്യ്, ഞാൻ നോക്കട്ടെ, എവിടെന്നെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊണ്ട് തരാം. പോരെ? എന്നടി അമ്മച്ചിക്ക് പറ്റിയേ? അമ്മച്ചി കംപ്ലീറ്റ് ഭക്തിമാർഗമാണല്ലോ ഇപ്പൊ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയല്ലേ, അതിന്റെ മാറ്റം നല്ലതുപോലെ അമ്മച്ചിക്കുണ്ട്. ഇപ്പൊ വായിൽ കോലിട്ട് കുത്തിയാ പോലും അമ്മച്ചി കടിക്കില്ല. ദേ, കടിക്കത്തില്ലെന്ന് പറഞ്ഞോണ്ട് അമ്മച്ചിന്റെ വായി നീ കോലിട്ട് കുത്താൻ വേണ്ടി ഒന്നും നിൽക്കരുത്. അമ്മയുടെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റുമല്ല. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അത് നിനക്ക് എങ്ങനെ അറിയാവുന്നേ? അമ്മച്ചിയുടെ ഭാവം രീതിയൊക്കെ മാറിയത് പവിത്രേട്ടനും കണ്ടില്ലേ? പവിത്ര, ആ എന്നാമേ എന്നാ പറ്റിയേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് സുമിത്രനോട് പറയുവാ. ആ വേണം പറ. പിന്നെ എനിക്ക് പറഞ്ഞാ പോരെ? എന്നാ പറയത്തില്ല, പറ. എന്നാ? ആ നമ്മുടെ ഇവിടെ വന്ന ശങ്കരൻ ചേട്ടനില്ലേ? ഏത് ശങ്കരൻ? എനിക്കും അറിയാം. കഴിഞ്ഞ ആഴ്ച നേർച്ചയുടെ കാര്യം പറയാൻ വന്ന ശങ്കരൻ ചേട്ടൻ. ആ ശങ്കരൻ ചേട്ടൻ. പുള്ളിക്ക് എന്നാ പറ്റിയേ? കഴിഞ്ഞ ആഴ്ച അയാൾ ഇവിടെ വന്നു. അയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയണത്. എന്ത് കാര്യം? എന്റെ പവിത്ര, ഞാൻ ഞെട്ടിപ്പോയി. എന്റെ അമ്മച്ചി എന്നാ കാര്യം എന്നാന്ന് വെച്ചാ പറ. അതെ, ഞാൻ പറയുമ്പോ രാധാമണിക്ക് ചിലപ്പോൾ വിശ്വാസം വന്നൊന്നും വരില്ല. ഈ വീട് വാടകയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചോ? എന്തായാലും ഇത് വാടകയ്ക്ക് എടുത്തത് വളരെ അബദ്ധമായി പോയി. 2-3 കൊല്ലമായിട്ടേ ഈ വീട് ആരും വാടകയ്ക്ക് എടുക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ എന്നോടൊരു വാക്ക് ചോദിച്ചോ? ശങ്കരേട്ടൻ എന്താന്ന് വെച്ചാൽ കാര്യം തെളിച്ചു പറ. ഇവിടെ താമസിച്ചിരുന്ന പെൺകൊച്ചെ വിഷം കഴിച്ചാ മരിച്ചത്. അവരുടെ അമ്മായിയും ഭർത്താവും കൂടി ഒരുപാട് ഉപദ്രവിച്ചെന്നാ കേട്ടത്. അന്ന് കുറെ ആളുകളൊക്കെ കൂടി പോലീസുകാർ വന്നു, അറസ്റ്റ് ചെയ്തു, എല്ലാം കൊണ്ടുപോയി. പക്ഷെ എന്താ, സംഗതി കോടതിയിലെത്തി. കോടതി അവരെ വെറുതെ വിട്ടു. ഒരാൾ മരിച്ചെന്നും പറഞ്ഞ് പേടിക്കാൻ എന്താ ഇത്ര? അത് കഴിഞ്ഞു പോയില്ലേ? പേടിക്കാനുണ്ട്. ഈ സംഭവം നടന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇതേപോലൊരു ഫാമിലി ഇവിടെ താമസിക്കാൻ വന്നു. അവിടെയും ഇത് തന്നെയായിരുന്നു പ്രശ്നം. ദിവസവും അമ്മായിയമ്മയും മരുമകളും കൂടി വഴക്ക്. പിന്നെ ഓരോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അമ്മായിയമ്മയ്ക്ക് എന്നും അപകടമാണ്. അമ്മായിയും മരുമകളും കൂടി എന്നും വഴക്കുണ്ടാക്കുമോ അന്ന് ആ തള്ളയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കും. 1-2 പ്രാവശ്യം അവർ വീണു. ഒരു പ്രാവശ്യമേ അവരെ തലയിൽ തേങ്ങ വീണു. ഒരു പ്രാവശ്യം ഷോക്കടിച്ചു. അവരൊരു ജോത്സ്യനെ കണ്ട് പ്രശ്നം വെച്ചു നോക്കി. അപ്പോഴാ സംഭവം അറിയുന്നത്. ചത്തുപോയ മരുമകളുടെ ആത്മാവിടെ ഉണ്ടെന്ന്. എന്തോ കർമ്മങ്ങളൊക്കെ അവർ ചെയ്തു നോക്കി, പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. പിന്നീടാ അവർ ഈ വീട് ഒഴിഞ്ഞു പോയത്. അല്ലേ, രാധാമണിയും സുമിത്രയുമായിട്ട് എങ്ങനെയാ? നല്ല സ്നേഹത്തിലാണോ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ അവളും ഞാനും കൂടി ഒത്തുപോകൂല. ഭയങ്കര അഹങ്കാരിയാണെന്നേ.
രക്ഷയില്ല. എങ്കിൽ സൂക്ഷിക്കണം. പെണ്ണിന് കാവലായേ ആത്മാവുണ്ടാവും. അതെന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെയല്ല പ്രേതത്തോട് കളിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ലേ, സൂക്ഷിച്ചാ നമുക്ക് കൊള്ളാം. ഇതാണോ വലിയ കാര്യം? എന്റെ അമ്മ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കും? ആദ്യം ഞാനും വിശ്വസിച്ചില്ല. പിന്നെ അയാൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോഴാണ് അതിൽ കാര്യമാണെന്ന് മനസ്സിലായത്. എന്താ കാര്യം എന്നാന്ന് പറ. ഞാനേ സുമിത്രയോട് വഴക്കിടുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് ഓരോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ എന്റെ കയ്യിൽ ചൂടുവെള്ളം വീണ്. ഇത് കഴിഞ്ഞ് കറക്കി കഴിഞ്ഞപ്പോ കൈ മുറിഞ്ഞു. ഇത് കഴിഞ്ഞ് സ്വിച്ച് തൊട്ടപ്പോഴത്തേക്ക് ഷോക്ക് അടിച്ച്. അത് ശരി. അപ്പൊ ഇതൊക്കെ പ്രേതം ചെയ്യിപ്പിച്ചാണെന്നാണ് അമ്മ പറയുന്നത്? പിന്നെ അല്ലാതെ അന്ന് തന്നെ പോയി ഞാനൊരു ജോത്സ്യനെ കണ്ട്. അയാള് പറഞ്ഞതാണ് ഈ പൂജയൊക്കെ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഇന്നത്തെ ഒരു ദിവസത്തെ പൂജയും കൂടി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവളോട് രണ്ടെണ്ണം പറയാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ശങ്കരൻ ചേട്ടന്റെ കഥ കേട്ടിട്ടാണ് അമ്മയ്ക്ക് സുമിത്രയോട് സ്നേഹം കൂടിയത്. സുമിത്രയെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പ്രേതം പ്രതികരിക്കുമല്ലോ അല്ലേ? നിനക്കിതിൽ വിശ്വാസമില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ സംഗതി സത്യമാണ്. ഇന്നൊരു ദിവസം കൂടി അവൾ സുഖമായിട്ട് കഴിയട്ടെ, എന്നിട്ട് വേണം അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.